എല്ലാരും ഒരുമിച്ചുണ്ടാകുമ്പോഴേ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിനൊക്കെ ഒരു പ്രത്യേക ഹാപ്പിനെസ് വരുള്ളൂ. ഞങ്ങൾ എല്ലാരും ചേർന്നിട്ടാണ് കേട്ടോ ഇന്നലെ നൈറ്റ് കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ലേറ്റ് ആയി കിടന്നുകൊണ്ട് തന്നെ എന്നെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നത് എന്റെ അനിയത്തിയാണ്. സാധാരണ ഞാനാണ് എല്ലാരെയും വിളിച്ചുണർത്താറുള്ളത്. അതിനുശേഷം ഓരോരുത്തരെയായി മെല്ലെ ഞങ്ങൾ കണി കാണിച്ചു കൊടുത്തു. അർജുനെ എഴുന്നേൽപ്പിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ പാടുപെട്ടിട്ടുണ്ടായിരുന്നത്. പുള്ളി നല്ല ഉറക്കായിരുന്നു. എങ്ങനെയൊക്കെ ഒരു വിധത്തിലാണ് കണി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു. കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ രാത്രി തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാം പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വിഷുവിന് കുറേ അധികം ടൈം കിട്ടിയ പോലെ തോന്നി. അത് കുക്കിംഗ് ഒക്കെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാരിയൊക്കെ എടുത്ത് മെല്ലെ റെഡിയാവാൻ തുടങ്ങി. കുറേ ടൈം എടുത്തു കേട്ടോ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാനായിരുന്നു ലാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, അർജുവായിരുന്നു. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ഒരു വിധത്തില് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സദ്യ കഴിക്കാനുള്ള ടൈമായി. കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു വിഷുക്കാലം അടിപൊളിയായിട്ട് കടന്നുപോയി.